ഉണ്ണിയാർച്ചയും തുമ്പോലാർച്ചയും പറ്റി കേട്ടിട്ടില്ലാത്തവർ വിരളമായിരിക്കും. ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള പലതരം അഭ്യാസങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും പരിക്ക് പറ്റുമോ എന്നുള്ളൊരു പേടി കൊണ്ട് പലപ്പോഴും സ്ത്രീകൾ ഇതിനോടൊരു വിമുഖത കാണിക്കാറുണ്ട്. ജീവിതം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു ജീവിതം ഉണ്ടാവില്ല. ആ പ്രശ്നങ്ങളെയൊക്കെ നേരിടാനുള്ള ഒരു ശക്തി കളരിയിലൂടെ സാധിക്കുന്നതാണ് തോന്നുന്നത്. മലയാളത്തിൻ്റെ പൈതൃകമായ ആയോധനകല തച്ചോളി ഒതേനനും ആരോമൽ ചേകവരും ഉണ്ണിയാർച്ചയും അടക്കമുള്ള യോദ്ധാക്കൾ ചുവടുകൾ വെച്ച് മണ്ണും മനസ്സും സ്വന്തമാക്കിയത് ഈ ആയോധന കലയിലൂടെയായിരുന്നു. പൈതൃകത്തിൻ്റെ തനിമ ഒട്ടും ചോർന്നു പോകാതെ പുതുതലമുറയ്ക്ക് കളരിമുറകൾ പകർന്നു നൽകുന്ന ഒരു കളരി സംഘമുണ്ട് കോഴിക്കോട്. കരുത്തിൻ്റെയും ഏകാഗ്രതയുടെയും കളരി ചുവടുകളുമായി 7 പതിറ്റാണ്ടുകൾ പിന്നിടുകയാണ് ഹിന്ദുസ്ഥാൻ കളരി സംഘം. ഉണ്ണിയാർച്ചയും തുമ്പോലാർച്ചയും പറ്റി കേട്ടിട്ടില്ലാത്തവർ വിരളമായിരിക്കും. ഉറുമി വീശിയും വാൾ ചുരുട്ടിയുമെല്ലാം ത്രസിപ്പിക്കുന്ന കളരി അഭ്യാസങ്ങൾ നടത്തി നമ്മുടെ മനസ്സ് കീഴടക്കിയവർ. ആ പാരമ്പര്യം പിന്തുടർന്ന് കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി കളരിമുറകൾ പകർന്നു നൽകുകയാണ് രാധിക ഗുരുക്കൾ. എല്ലാ ശാസ്ത്രങ്ങളുടെയും ഒരു സങ്കലനമാണ് കളരിപ്പയറ്റ് എന്ന് പറയുന്നത്. കളരി നിർമ്മിക്കുന്നത് വാസ്തു അനുസരിച്ചിട്ടാണ്. അത് വാസ്തു അനുസരിച്ചിട്ട് എന്ന് പറയുന്നത് 42 അടി നീളവും 21 അടി വീതിയും അതേപോലെ തന്നെ 7 അടി താഴ്ചയിലാണ് കളരി നിർമ്മിക്കുന്നത്. അതേപോലെ കളരിയിൽ നമുക്ക് കാണാൻ സാധിക്കും കന്നിമൂലയിലായിട്ട് പൂത്തറ ഉണ്ട്. പൂത്തറ എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് 7 സ്റ്റെപ്പുകളായിട്ടാണ് പൂത്തറ നിർമ്മിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു കൂമ്പിൻ്റെ ആകൃതിയിൽ, ഒരു താമരമൊട്ടിൻ്റെ ആകൃതിയിൽ ഒരു പ്രതിഷ്ഠയുണ്ടാവും. അത് ശിവശക്തി ഐക്യ രൂപമായിട്ടുള്ള കളൂരിക ഭഗവതിനെയാണ് അവിടെ പ്രതിഷ്ഠിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ കളരിയിൽ കാണാം ഗുരുവിന് ഒരു പീഠമുണ്ടാകും, ഗണപതിക്ക് ഒരു പീഠമുണ്ടാകും. അതേപോലെ തന്നെ നാഗത്തിൻ്റെ പ്രതിഷ്ഠയുണ്ട്. നാഗത്തിൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കളരീൻ്റെ ചുറ്റിലായിട്ട് നമുക്ക് കാണാം പ്രൊട്ടക്റ്റിംഗ് ഗോഡായിട്ട് അതിമഹാവീരനുണ്ടാകും, ഭദ്രകാളിയുണ്ട്, വേട്ടയ്ക്കൊരു മകനുണ്ട്. അപ്പോൾ ഇതൊക്കെ അടങ്ങിയ ഒരു തന്ത്രശാസ്ത്ര വിധി പ്രകാരമാണ് ഈ കളരിയുടെ പ്രതിഷ്ഠയൊക്കെ നടക്കുന്നത്. അതേപോലെ തന്നെ ജ്യോതിഷമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. കളരി 12 രാശികളായിട്ട് തിരിച്ചിട്ട് മേടൻ രാശിയിലാണ് കളരിയുടെ കവാടം വരുന്നത്. അതേപോലെ തന്നെ കളരിയിൽ ചേരുമ്പോൾ നല്ല ദിവസം, ജ്യോതിശാസ്ത്ര പ്രകാരമുള്ള നല്ല ദിവസം നോക്കിയിട്ടാണ് കളരിയിൽ ഒരു കുട്ടീനെ ചേർത്തുന്നത്. അതേപോലെ കളരി ഒഴിച്ചിലും കളരി ചികിത്സ ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ ജ്യോതിശാസ്ത്ര പ്രകാരമായിട്ടുള്ള നല്ല ദിവസങ്ങൾ നോക്കാറുണ്ട്. അപ്പം ജ്യോതിഷമായിട്ടും അതിന് ബന്ധമുണ്ട്. യോഗശാസ്ത്രമായിട്ട് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി എന്ന ആ ഒരു അഷ്ടാംഗ യോഗം, പതഞ്ജലിയുടെ അഷ്ടാംഗ യോഗം നമുക്ക് കളരിയിൽ കാണാൻ സാധിക്കും. അതേപോലെ കളരി ചികിത്സ എന്ന് പറയുന്നത് ആയുർവേദത്തിൽ അധിഷ്ഠിതമാണ്. അപ്പം എല്ലാ ശാസ്ത്രങ്ങളുടെയും ഒരു സങ്കലനമാണ് കളരിപ്പയറ്റ്
എന്ന് പറയാം. കളരിപ്പയറ്റ് പഠിക്കുന്നതിലൂടെ നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷപ്രാപ്തിയാണ്. ഭാരതീയമായ എല്ലാ ശാസ്ത്രത്തിൻ്റെയും ഉദ്ദേശലക്ഷ്യം, ഭാരതീയരുടെ ഉദ്ദേശലക്ഷ്യം എന്ന് പറഞ്ഞാൽ മോക്ഷം ലഭിക്കുക എന്ന്. അപ്പോൾ ആ മോക്ഷത്തിലേക്കുള്ളൊരു യാത്രയാണ് ശരിക്കും കളരിയിലൂടെ സാധിക്കുന്നത്. നമുക്ക് ഈ ഒരു ഉപനിഷത്തുകളൊക്കെ നോക്കിയാൽ മനസ്സിലാക്കും, നമ്മൾക്ക് ആരോഗ്യമുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ബലവാന് മാത്രമേ മോക്ഷപ്രാപ്തിക്ക് അർഹനാകൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ആരോഗ്യം, ബലമുണ്ടാവണം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള ബലമുണ്ടാവണം, ശാരീരികമായിട്ടുള്ള ബലമുണ്ടാവണം, ആധ്യാത്മികമായിട്ടുള്ള ബലമുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ഒരു മോക്ഷത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുക എന്നതാണ് നമ്മളുടെ ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ് കളരിയിലൂടെ നടക്കുന്നത്. അപ്പോൾ മോക്ഷം എന്ന് പറയുന്നത് വളരെ അതിൻ്റെ പാത എന്ന് പറഞ്ഞാൽ വളരെ കഠിനമാണെന്ന് പറയാം. അപ്പോൾ ആ ഒരു കഠിനമായ പാതയിലൂടെ നമ്മൾക്ക് ഫേസ് ചെയ്യാൻ നമ്മൾ കളരി പരിശീലനം വളരെയധികം സഹായിക്കും. എന്ത് പ്രശ്നം വന്നാലും അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ നേടിയെടുക്കുന്നത് കളരിയിലൂടെയാണ്. അപ്പോൾ നമ്മളുടെ എല്ലാ ഭാരതീയ ശാസ്ത്രങ്ങളുടെയും ലക്ഷ്യം, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷപ്രാപ്തിയാണ്. അത് തന്നെയാണ് കളരിയിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. ിലധികം വർഷത്തെ പാരമ്പര്യം പറയാനുണ്ട് ഹിന്ദുസ്ഥാൻ കളരി സംഘത്തിന്. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കം? 1950 സ്വാമി ഗുരുക്കളാണ് പുതിയറയിൽ ഹിന്ദുസ്ഥാൻ കളരി സംഘം തുടങ്ങി വെച്ചത്. അദ്ദേഹം കോട്ടക്കൽ കണാരൻ ഗുരുക്കളുടെ ശിഷ്യനായ ഗോവിന്ദൻകുട്ടി നമ്പ്യാരുടെ അടുത്തു നിന്നാണ് കളരിപ്പയറ്റ് അഭ്യസിച്ചത്. അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ കളരിപ്പയറ്റ് പഠിച്ചത്. അങ്ങനെയാണ് നമ്മളുടെ ഈ പാരമ്പര്യം നിലനിന്ന് പോകുന്നത്. എനിക്ക് തോന്നുന്നു 1804 ബ്രിട്ടീഷുകാർ നമ്മളുടെ കളരീനെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിവൈവലായിട്ട് കോട്ടക്കൽ കണാരൻ ഗുരുക്കളും കുഞ്ഞനന്ദൻ ഗുരുക്കളും അതേപോലെ തന്നെ കേളപ്പജിയുടെയൊക്കെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് പോരാടാൻ വേണ്ടിയിട്ട് ഹിന്ദുസ്ഥാൻ കളരി എന്ന പേരിൽ ഒരു കളരി സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ ഒരു പേര് നമ്മൾ ഹിന്ദുസ്ഥാൻ കളരി എന്ന പേര് വരാൻ കാരണം. അച്ഛനിൽ നിന്ന് മകളിലേക്കും ഇപ്പം പാരമ്പര്യമായിട്ട് തുടർന്ന് പോവുകയാണ്. ഈ പൊതുവേ ഈ ഒരു കാലഘട്ടത്തിൽ കളരി നമ്മുടെ കേരളത്തിനൊരു ഭാഗം തനത് ആയോധന കലയാണെന്ന് പറയുന്നുണ്ടെങ്കിലും പല സ്ഥലത്തും അത് ഇല്ല. എങ്ങനെയാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്? കളരിപ്പയറ്റ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു ആയോധന ശാസ്ത്രമായിരുന്നു, ഒരു യുദ്ധശാസ്ത്രമായിരുന്നു. അത് നല്ലൊരു യോദ്ധാക്കളെ വാർത്തെടുക്കുകയാണ് കളരിയിലൂടെ നമ്മൾ സാധിക്കുന്നത്. യോദ്ധാക്കളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് എപ്പോഴും അലേർട്ടായിരിക്കുക, നല്ല ഡിസിപ്ലിൻ ആയിരിക്കുക, ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളെയും നേരിടാനുള്ള ഒരു ശക്തി ഉണ്ടാവുക. അതാണ് കളരിയിലൂടെ നമ്മൾ സാധിച്ചെടുക്കുന്നത്. ഒരു വിദ്യാർത്ഥി കളരിയിൽ വരുമ്പം ആ ഒരു ക്വാളിറ്റീസാണ് നമ്മൾ കളരിയിലൂടെ സാധിക്കുന്നത്. പലതരത്തിലുള്ള കളരികളില്ലേ? ഇപ്പോൾ തെക്കൻ കളരിയായാലും വടക്കൻ കളരിയായാലും ഏത് തരത്തിലുള്ള കളരിയാണ് ഹിന്ദുസ്ഥാൻ കളരി സംഘത്തിൽ പ്രധാനമായിട്ടും അഭ്യസിപ്പിക്കുന്നത്? സാധാരണ ഒരു കളരിന്ന് ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ തെക്കൻ കളരി, വടക്കൻ കളരി. പക്ഷെ അങ്ങനെയല്ല, ഇതിൻ്റെ സമ്പ്രദായം അനുസരിച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ വടക്കൻ സമ്പ്രദായത്തിൽ വടക്കൻ കളരിയാണ് നമ്മുടെ, പക്ഷേ അതിനൊരു സമ്പ്രദായമുണ്ട്. അത് അറപ്പക്കൈ സമ്പ്രദായം, പിള്ളതാങ്ങി സമ്പ്രദായം, വട്ടയം തിരുപ്പ് സമ്പ്രദായം, ദ്രോണം പിള്ളി സമ്പ്രദായം, അങ്ങനെ സമ്പ്രദായം അനുസരിച്ചിട്ടാണ് ഓരോ സ്ഥലങ്ങളിലും കളരി നടന്നു പോയിരുന്നിരുന്നത്. പക്ഷെ നമ്മളുടെ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ അറപ്പക്കൈ സമ്പ്രദായത്തിലാണ് ഇവിടെ പുതിയറയിൽ ഹിന്ദുസ്ഥാൻ കളരി നടത്തിക്കൊണ്ടു പോകുന്നത്. ഇന്നത്തെ കാലത്ത് കളരി എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ കൂടി ഇത് പ്രായ ഭേദമന്യേ പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും പ്രത്യേക നിഷ്കർഷങ്ങളുണ്ടോ എന്നൊക്കെ ആൾക്കാർക്ക് സംശയിക്കും. അങ്ങനെ ഹിന്ദുസ്ഥാൻ കളരി സംഘം എന്തൊക്കെ സൗകര്യങ്ങളാണ് ഈ കളരി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നൽകി കൊടുക്കുന്നത്? എന്തൊക്കെയാണ് ഇവിടെ? നമ്മൾ ഏത് പ്രായത്തിലുള്ളവർക്കും പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഏത് പ്രായത്തിലും നമ്മൾ കളരി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ 7 വയസ്സിലാണ് നമ്മൾ സാധാരണഗതിയിൽ ഒരു കളരി തുടങ്ങുന്നത്.
പക്ഷേ നമ്മളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഇവിടെ എന്ന് പറയുന്നത് ഏത് പ്രായത്തിലുള്ള ആളുകളുണ്ട്, 70 വയസ്സ് വരെയുള്ള ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കളരിപ്പയറ്റ്. ഹിന്ദുസ്ഥാൻ കളരി സംഘത്തിൻ്റെ ഗുരുക്കന്മാരൊക്കെ ആരൊക്കെയാണ്? എനിക്ക് 2 ചേട്ടന്മാരുണ്ട്, ലക്ഷ്മണൻ ഗുരുക്കളും ശത്രുഘ്നൻ ഗുരുക്കളും. പിന്നെ സീനിയറായിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഒരു 10-30 വർഷമായിട്ട് കളരി പഠിച്ച കുട്ടികളും ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള പലതരം അഭ്യാസങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും പരിക്ക് പറ്റുമോ എന്നുള്ളൊരു പേടി കൊണ്ട് പലപ്പോഴും സ്ത്രീകൾ ഇതിനോടൊരു വിമുഖത കാണിക്കാറുണ്ട്. പക്ഷേ വർഷങ്ങളായിട്ട് കളരി പഠിച്ച് ഇപ്പോൾ ഗുരുക്കളായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? സാധാരണഗതിയിൽ നമ്മൾ കളരി പഠിക്കുമ്പോൾ ആദ്യം തന്നെ വാളെടുക്കുക, ഉറുമിയെടുക്കുക, അതല്ല ചെയ്യുന്നത്. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ മെയ്പ്പയറ്റിലൂടെ തുടങ്ങുകയാണ് ചെയ്യുന്നത്. മെയ് ചലനങ്ങൾ ചെയ്ത് 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 നമ്മളുടെ പേടീനെ ഇല്ലാതെയാക്കുകയാണ്. അത് കഴിയുമ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ വടി കൊണ്ട് അടി കിട്ടിയാൽ അധികം വേദനിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ വടിയിൽ നിന്ന് അടി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന വേദന സഹിച്ച് അടുത്ത സ്റ്റേജിലേക്ക്, അപ്പോഴത്തേക്ക് നമ്മളുടെ ഒരു വിധത്തിലുള്ള പേടി മാറിയിട്ടുണ്ടാവും. പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വാൾപ്പയറ്റാണ്. പയറ്റുമ്പോൾ എന്തായാലും മുറിയും, ചോര വരും, മുറിയും. അപ്പോൾ അതൊക്കെ സഹിക്കാനുള്ള ശക്തി ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ അതിനൊക്കെ തയ്യാറായിട്ടുണ്ടാവും. അപ്പോഴേ വാളെടുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറുമി പയറ്റാണ്. ഉറുമി എന്ന് പറഞ്ഞാൽ ലെങ്തി ആയിട്ടുള്ളൊരു സോഡാണ്. അപ്പോൾ അത് എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് വീശുമ്പോൾ അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്പ്രിങ് പോലത്തെ ആക്ഷനാണ് അതിനുള്ള. അപ്പോൾ അത് എന്തായാലും നമുക്ക് മുറി പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ലെവലിലേക്ക് വെറും കൈ പ്രയോഗം. അപ്പോൾ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളുടെ പേടി നമ്മളറിയാതെ തന്നെ നമ്മളുടെ പേടി ഇല്ലാതെ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും കളരി പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളെയും, നമ്മൾ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു ജീവിതം ഉണ്ടാവില്ല. ആ പ്രശ്നങ്ങളെയൊക്കെ നേരിടാനുള്ളൊരു ശക്തി കളരിയിലൂടെ സാധിക്കുമെന്നാണ് തോന്നുന്നത്. കളരി വിദ്യാർത്ഥിയിൽ നിന്ന് കളരി ഗുരുക്കളിലേക്കുള്ള ഒരു മാറ്റം എങ്ങനെയായിരുന്നു? അതിൻ്റെ അനുഭവമൊക്കെ എങ്ങനെയായിരുന്നു? കളരി എൻ്റെ അച്ഛനായ ഗുരുവായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ കളരിയിലുണ്ട്. 7 വയസ്സ് മുതലാണ് സാധാരണ കളരി പഠിച്ചു തുടങ്ങുക. പക്ഷേ അച്ഛനായതുകൊണ്ട് തന്നെ ഞാൻ ജനിച്ച മുതൽ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങുന്നതും ഉണരുന്നതും കളരിയിലാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു യാത്രയിൽ പതുക്കെ നമ്മൾ പഠിച്ചു. 10-20-25 വർഷം പഠിച്ചതിന് ശേഷം അച്ഛനില്ലാത്ത സമയങ്ങളിൽ ചിലപ്പോൾ നമുക്ക് കുട്ടികൾ വരുമ്പോൾ ക്ലാസ് എടുക്കേണ്ടി വരും.
അങ്ങനെ ക്ലാസ് എടുത്ത് ഓരോരോ ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഒരു ഗുരു, അച്ഛനില്ലാത്ത കാലമായതുകൊണ്ട് ഒരു ഗുരുവായിട്ട് മാറിയത്. ഏതൊരു പഠിതാവിനും അല്ലെങ്കിൽ ഏതൊരു ടീച്ചർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഷയമുണ്ടോ, അല്ലെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമുണ്ടോ? അപ്പോൾ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കാൻ ഇഷ്ടമുള്ള ഏതാണ്? ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഏതിലാണ്? കളരിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഒറ്റയാണ്. ഒറ്റ പയറ്റിയാൽ ഉറക്കത്തിലും പയറ്റാമെന്നാണ്. അപ്പോൾ ഒറ്റ എന്ന് പറയുന്നത് ആ ഒരു നട്ടലിൻ്റെ ആകൃതിയിലുള്ള ഒരു ആയുധമാണത്. അത് നമ്മൾ പ്രയോഗിക്കുന്നത് മർമ്മസ്ഥാനങ്ങളിലേക്കാണ്. ഒറ്റ പ്രയോഗിക്കുന്ന മർമ്മസ്ഥാനങ്ങളിലേക്കാണ്. അപ്പോൾ 64 കുലമർമ്മങ്ങളാണ് കളരിയിൽ പ്രധാനമായിട്ട് പറയുന്നത്. ആ ഒരു മർമ്മങ്ങളിലേക്കാണ് ഈ ഒരു പ്രയോഗിക്കുന്നത്. അപ്പോൾ കളരീൻ്റെ സ്പൈൻ എന്ന് പറയുന്നത് ഒറ്റയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ പെർഫോമൻസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഉറുമിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഉറുമിയാണ്, ഉണ്ണിയാർച്ചയെ പോലെ ഉറുമി വീശാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാറ് ഉറുമിയാണ്. കേരളത്തിൻ്റെ തനത് ആയോധന കലകളിലൊന്നായ കളരിപ്പയറ്റിനൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് കളരി ചികിത്സയും. IP, OP വിഭാഗങ്ങളിലുള്ള കളരി ചികിത്സാ സൗകര്യങ്ങളും ഹിന്ദുസ്ഥാൻ കളരി സംഘത്തിലുണ്ട്. ഡിസ്ക് സംബന്ധമായതും സ്പോർട്സ് ഇഞ്ചുറിക്കുമെല്ലാം കളരി ചികിത്സയിൽ പരിഹാരമുണ്ടെന്ന് പറയുകയാണ് ഡോക്ടർ ലാൽ കൃഷ്ണൻ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കളരി ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ട് വരുന്നവരെല്ലാം തന്നെ ഒന്നല്ലെങ്കിൽ സ്പോർട്സ് ഇഞ്ചുറി, അല്ലെങ്കിൽ ഓർത്തോപീഡിക് ഇഞ്ചുറി, അല്ലെങ്കിൽ ഓർത്തോപീഡിക് ഡിസീസസ്, ഇപ്പോൾ ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഫ്രോസൺ ഷോൾഡർ, ഇങ്ങനെയുള്ള ചില അവസ്ഥകളിൽ ഈ കളരി ചികിത്സ വളരെ പ്രയോജനകരമായി വരുന്ന ഒരു സംഗതിയാണ്. ശസ്ത്രക്രിയ വിധിക്കുന്ന സിറ്റുവേഷൻസിൽ ഈ കളരി ചികിത്സ കൊണ്ട് തന്നെ വളരെയധികം സുഖം പ്രാപിപ്പിക്കുന്ന ഒരു അനുഭവം നമുക്ക് വളരെ കാലമായിട്ടുണ്ട്. അപ്പോൾ തോളലിൻ്റെ സ്ഥാനഭ്രംശമായാലും ഡിസ്കുകളുടെ സ്ഥാനം തെറ്റലാണെങ്കിലും മുട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, തേയ്മാനം എന്ന് സ്വതേ വ്യവഹരിച്ചു വരുന്ന അവസ്ഥകൾക്കൊക്കെ തന്നെ കളരി ചികിത്സയിൽ ഉപയോഗപ്പെടുത്തുന്ന സമ്പ്രദായങ്ങൾ, അത് കെട്ട് ചികിത്സയാവാം, ഇൻറ്റേർണൽ മെഡിസിൻസ് ആവാം, ഉഴിച്ചിലുകളാവാം, ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ശമനം കിട്ടി വരുന്നതാണ്. ആ കിട്ടുന്ന ശമനം വളരെ പ്രൊലോങ്ഡ് ആയിട്ട് നിൽക്കുന്നതുമാണ്. അത് കുറച്ചു കാലത്തേക്കല്ല, അത് സ്റ്റെബിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും, ദൂരദേശങ്ങളിൽ നിന്നും സമീപദേശങ്ങളിൽ നിന്നും ഒക്കെ തന്നെ നമുക്ക് ധാരാളം പേഷ്യൻസ് വരികയും ചികിത്സ വളരെ ഫലപ്രദമായി തീരുകയും ചെയ്യുന്നുണ്ട്. അതുപോലെയുള്ള ചില ന്യൂറോപ്പതിക് കണ്ടീഷൻസാണ് ടെന്നീസ് എൽബോ, കാർപ്പൽ ടണൽ സിൻഡ്രോം. ഇതിലൊക്കെ തന്നെ ഒന്നല്ലെങ്കിൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ് അല്ലെങ്കിൽ തന്നെ ഓപ്പറേറ്റീവ് സജഷൻസാണ് അലോപ്പതിക് ശാസ്ത്രം ചെയ്യുന്നത്. ഇതിലൊക്കെ തന്നെ നമുക്ക് കളരിയുടെ സമ്പ്രദായത്തിൽ അത് ചികിത്സിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും തന്നെ എന്ന് മാറി കിട്ടാൻ സാധ്യതയുള്ള ചില ചികിത്സാ രീതികളാണ്. ഹിന്ദുസ്ഥാൻ കളരി എന്തൊക്കെ ചികിത്സാ സഹായങ്ങളാണ്? കിടത്തി ചികിത്സയൊക്കെ ഉണ്ടോ ഇവിടെ? ഹിന്ദുസ്ഥാൻ കളരിയിൽ നമുക്ക് വളരെ ആക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു OP ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ IP ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഈ കളരി ചികിത്സയിൽ സാധാരണഗതിയിൽ ജനറലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കളരിയിലെ കെട്ടുമുറകളാണ്. ബന്ധന ചികിത്സ അങ്ങനെയാണ് പറയുക, കെട്ടുമുറകൾ എന്ന് തന്നെ വേണം പറയാൻ. ബാൻഡേജിങ്, മെഡിസിനൽ ബാൻഡേജിങ് പ്രാക്ടീസസ്. അപ്പോൾ അത് ആവശ്യമായിരുന്ന ഈ ഓർത്തോപീഡിക് കണ്ടീഷനുകളിൽ ആളുകൾ വന്നു പോയാൽ മതി. ഇവിടെ വന്ന് കെട്ടി തിരിച്ചു പോവുക, വീണ്ടും ഒന്നരാടം വന്ന് മാറ്റി കെട്ടി തിരിച്ചു പോവുക. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചികിത്സാധാരയാണ് കളരി ഒഴിച്ചിൽ, ചവിട്ടി ഒഴിച്ചിൽ എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ നട്ടലിൻ്റെ പ്രശ്നങ്ങൾക്കും അതുപോലെ മസ്കുലോസ്കെലിറ്റൽ ഇഞ്ചുറികൾക്കും നമ്മൾ ഉപയോഗിക്കുന്ന സംഗതിയാണ്.
അപ്പോൾ ദൂരദേശത്തുള്ളവർ ഇവിടെ വന്ന് കിടന്ന് ചികിത്സിക്കുകയും സമീപദേശത്തുള്ളവർ ഒരു ഒ പി ഔട്ട് പേഷ്യൻ്റ് എന്ന നിലയിൽ വന്ന് ചികിത്സിച്ച് പോവുകയാണ് ചെയ്യുക.